നമസ്കാരം. തമിഴ് ടെലിവിഷൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും പ്രശസ്തയായ നടി സുഭാഷിണിയെ സ്വവസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ് പരമ്പരയായ കയലിലെ പ്രതിനായക വേഷത്തിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് സുഭാഷിണി. ആരാധകർക്കിടയിൽ ശാശി ബാല എന്നും അവർ അറിയപ്പെടുന്നുണ്ട്. കുടുംബ വഴക്കിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പ്രാഥമികമായ നിഗമനം. മരണത്തിന് തൊട്ടു മുൻപ് നടി ഭർത്താവുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നുവെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു. ശ്രീലങ്കൻ വംശജയായ സുഭാഷിണി ചെന്നൈ അയ്യപ്പൻ തങ്കലിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. മരണവിവരം ലഭിച്ചയുടൻ പോലീസ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം പരിശോധനയ്ക്കായി അയച്ചു. നടിയുടെ മരണത്തെ ചുറ്റിയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ആത്മഹത്യ തന്നെയാണോ അതോ താരത്തിന്റെ മരണത്തിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. താരത്തിന്റെ വിയോഗത്തിൽ ആരാധകർ ദുഃഖം രേഖപ്പെടുത്തി. മരണത്തിന് തൊട്ടുമുമ്പ് ഭർത്താവുമായി വീഡിയോ കോളിലൂടെ തർക്കമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും മരണത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. കയൽ എന്ന പരമ്പരയ്ക്ക് പുറമെ എല്ലാം മേലെ ഇരിക്കറവർ പാത്തുപാൻ, വെബ് തുടങ്ങിയ സിനിമകളിലും സുഭാഷിണി അഭിനയിച്ചിട്ടുണ്ട്. നടിയുടെ മരണവാർത്തയിൽ സഹപ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഭാഷിണിയുടെ അപ്രതീക്ഷിത വേർപാട് തമിഴ് ടെലിവിഷൻ ലോകത്തെയും ആരാധകരെയും വലിയ ഞെട്ടലിലാഴ്ത്തിയിരിക്കുകയാണ്. ചെന്നൈയിലെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾക്കിടയിൽ താമസിക്കാൻ ഇയ്യപ്പന്തങ്കലിലെ ഒരു സ്വകാര്യ റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തിരുന്നതായും മാർച്ച് 3-ന് സുഭാഷിണി നഗരത്തിലെത്തിയതായും പോലീസ് പറയുന്നു. ഞായറാഴ്ച ഇത്തരത്തിൽ വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ തർക്കങ്ങളുണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു കുടുംബ പ്രശ്നത്തെ ചൊല്ലി തർക്കമുണ്ടായതായും ഫോൺ സംഭാഷണത്തിനിടെ അപ്പാർട്ട്മെന്റിനുള്ളിലെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ചെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം തന്നെ ഭർത്താവ് ബിപിൻ ചന്ദ്രയുമൊത്തുള്ള സുഭാഷിണിയുടെ ഫോട്ടോകളും വീഡിയോകളും ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട്. ഭർത്താവ് ബിപിൻ ചന്ദ്രയുടെ ഫോട്ടോകൾ ഏറ്റവും ഹൃദയസ്പർശിയായ അടിക്കുറിപ്പുകളോടെ സുഭാഷിണി പലപ്പോഴും പോസ്റ്റ് ചെയ്യുമായിരുന്നു. മാർച്ച് 10-നാണ് അവർ അവസാനമായി തന്റെ പങ്കാളിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. 2 വർഷങ്ങൾക്ക് ശേഷം ആദ്യ ദിവസത്തെ പോലെ തന്നെ എനിക്ക് ഇപ്പോഴും ഈ മനുഷ്യനോട് സ്നേഹം തോന്നുന്നു. അതിൽ അവർ ഇങ്ങനെ എഴുതി. സോഷ്യൽ മീഡിയയിൽ ആരാധകരും സഹപ്രവർത്തകരും താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതേസമയം കലാകാരന്മാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ഈ മരണം വീണ്ടും വഴി തുറന്നിരിക്കുകയാണ്. ശ്രീലങ്കയിൽ നിന്ന് ചെന്നൈയിലെത്തി തന്റേതായ ഒരിടം കണ്ടെത്തിയ സുഭാഷിണിയുടെ പോരാട്ട വീര്യം എന്നും സ്മരിക്കപ്പെടുമെന്ന് ആരാധകരും സഹപ്രവർത്തകരും കുറിച്ചു. അതേസമയം ആത്മഹത്യ തന്നെയാണോ അതോ താരത്തിന്റെ മരണത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്.